എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി ലേഖയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ വിഷമങ്ങൾ ലേഖയോട് പറയുവാണ്, ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളും ഒരുമിച്ചിരുന്നൊന്നും കഴിപ്പിച്ചിട്ട് പോലും ഇല്ല, ഒരു ഓണത്തിനോ വിഷുവിനോ ഒന്നും ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ലായിരുന്നു, അവരുടെ കൂടെ ഒന്നും ഇരുന്ന് കഴിപ്പിക്കത്തില്ലായിരുന്നു. പിറന്നാൾ എന്തെങ്കിലും വന്നാൽ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പായസം കഴിപ്പിച്ച് അത് കുടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ സ്നേഹിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് അവരുടെ വലയിൽ വീണുപോയത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകത്തില്ലായിരുന്നു. കണ്ണേട്ടൻ പറഞ്ഞായിരുന്നു ഇത് ചതിയാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതൊന്നും വിശ്വസിക്കാതെ എനിക്ക് അവിടുന്ന് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ സ്നേഹിക്കുന്നു കണ്ടപ്പോൾ ഞാൻ അങ്ങ് വീണു പോയതാന്ന് പറയുക. അപ്പൊ ലേഖ പറയുന്നുണ്ട്, പോട്ടെ മഹാലക്ഷ്മി, നമ്മൾ ഇനി അതൊന്നും ചിന്തിക്കേണ്ട, ഇനി അവരെ സൂക്ഷിക്കണം, എല്ലാവരും വില്ലന്മാരാന്ന് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും എല്ലാവരും, അതായത് മഹിയുടെ രണ്ടാനച്ഛനും മഹിയുടെ അമ്മയൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ശത്രുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾക്ക് അപകടം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അപകടം വരുത്തിയിട്ട് സ്വത്തുകൾ ഫുൾ അടിച്ചു മാറ്റാമെന്ന് ആരും വിചാരിക്കേണ്ട. ഞാനോ അനന്തവേട്ടനും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളെക്കാൾ വലുതാണ് കണ്ണേട്ടൻ. കണ്ണേട്ടനും മഹിക്കും എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ബാക്കി നോക്കിക്കോളും. കുറ്റക്കാരെ ഞങ്ങൾ നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെ ലേഖയോട് പറയുവാണ്. അങ്ങനെ ലേഖ പറയുന്നുണ്ട്, വളരെയധികം സൂക്ഷിക്കണം ഇനിയും പോകുന്നിടത്തെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അമ്മാവന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മേഘനും അമ്മാവന്റെ കാർ ആക്സിഡന്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്ന് കണ്ണേട്ടന് വേണ്ടിയായിരുന്നു ആ കാർ ആക്സിഡന്റ് നടത്തിയത്, പക്ഷെ മേഘനാണ് അതിനകത്ത് പെട്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റിടത്താണെങ്കിൽ ദുർഗയും ഉണ്ണിയും മേഘനും മഞ്ജു എല്ലാം കൂടെ വെയിറ്റ് ചെയ്യുവാണ്, സന്തോഷിച്ചിട്ട്. എന്താണെങ്കിലും അവളുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ, അവൻ വിളിച്ചു പറഞ്ഞില്ലേ അവൾ കൂടെ ഇല്ല, കാണാതെ പോയെന്ന്. ഇതിൽ പരം സന്തോഷമില്ല എന്നും പറഞ്ഞ് മേഘനും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴൊരു കാറ് വരുവാണ്. അപ്പോൾ ആദ്യമേ കാറിൽ നിന്ന് കണ്ണനാണ് ഇറങ്ങുന്നത്. മഹാലക്ഷ്മിയുടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൻ വന്നപ്പോൾ തന്നെ എല്ലാവരും സാഡ് ഫേസ് ഒക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് പറയുവാണ്, എല്ലാവരും ഉണ്ടല്ലോ, മേഘ നീ ഉണ്ടല്ലോ, എടാ ഞാനൊരു അപകടം നടന്നെന്ന് അറിഞ്ഞാൽ പിന്നെ വരണ്ടേ, ഒരു ആപത്ത് വന്ന് ഓടി വരണ്ടേ എന്ന് പറയുക. അതിനിവിടെ എന്ത് ആപത്ത് നടന്നെന്ന് ചോദിക്കുക കണ്ണന്. അല്ല മഹാലക്ഷ്മിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുവാണ് ദുർഗ. ആണോ, കാണുന്നില്ല, അയാൾ എൻ്റെ കൂടെ കാറിൽ വരെ ഉണ്ടായിരുന്നു, പിന്നെ അയാളെ കാണുന്നില്ല എന്ന് പറയുവാണ്. ഇനി അയാൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുക. അപ്പം മഞ്ജു ചോദിക്കുവാണ്, ഏട്ടത്തിക്ക് എന്തോ പറ്റി ഏട്ടാ. ഉണ്ണിയും ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് എന്തോ പറ്റിയെന്ന്. ഏട്ടത്തിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഏട്ടത്തി പിന്നെ പ്രശ്നമൊന്നുമില്ല, ഏട്ടത്തി എവിടാന്ന് അറിയാവോ ചോദിക്കുന്നുണ്ട്. പറയാ എവിടാന്ന് അറിയാവല്ലോ എന്ന് പറയുവാണ്. അപ്പോഴത്തേനും മഹാലക്ഷ്മി ഡോറും തുറന്ന് ഇറങ്ങി വരുവാണ്. മഹാലക്ഷ്മിയെ കണ്ടതും എല്ലാവരുടെയും ആ സന്തോഷം എല്ലാം മഞ്ഞ് എല്ലാരും കൂടി ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. അപ്പൊ കണ്ണൻ ചോദിക്കുക, ഇത്രയും നേരം നല്ല സന്തോഷമായിരുന്നല്ലോ ഫേസിൽ, ഇപ്പൊ എന്ത് പറ്റിയോ എല്ലാരും? മഹാലക്ഷ്മി തിരിച്ചു വന്നതിന് എന്തെങ്കിലും വിഷമം ഉണ്ടോ? ഇയാളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകും, അപ്പൊ നിങ്ങളെല്ലാം സന്തോഷിക്കും, പായസമൊക്കെ വെച്ച് നിങ്ങൾ ആഘോഷിക്കും, പിന്നെ ഇത് ഇയാള് പിന്നെയും വരും, ഇയാൾക്കാണ് ഒരു പ്രത്യേക ഈശ്വര ചൈതന്യമുള്ള ആളുവാന്ന് പറയുക. അപ്പം ദുർഗ പറയുവാണ്, നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവള് പോകുന്നതിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുവായിരുന്നു എന്ന് പറയുക. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, ഓ അല്ല നിങ്ങൾ ഇന്ന് പായസം ഒന്നും വെച്ചില്ലേന്ന് ചോദിക്കുക. ഇച്ചിരൂടെ കഴിഞ്ഞ് വെക്കാമെന്ന് ഓർത്തതല്ലേന്ന് ചോദിക്കുക. അപ്പൊ ഉണ്ണി ചോദിക്കുവാണ്, അതെന്താ ഏട്ടാ അങ്ങനെ പറയുന്നതെന്ന്. അപ്പൊ പറയുന്നുണ്ട്, അത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇങ്ങനെയല്ലേ, എല്ലാവർക്കും ഞങ്ങൾ എങ്ങനെയും നശിക്കണം, ഞങ്ങൾ എങ്ങനെയും പോണമെന്ന് മാത്രമാണ് എല്ലാവരുടെയും. മഹാലക്ഷ്മിയുടെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണമെന്നാണ്, ഞങ്ങൾ നശിച്ചു പോണമെന്നാണ്. ഞങ്ങൾ നശിച്ചു പോയാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അങ്ങനൊന്നും നശിച്ചു പോകത്തില്ല ഞങ്ങള്. ഞങ്ങൾ എന്താണ് ഇവിടെ തന്നെ കാണും. ഇയാളെ എന്തൊക്കെ ചെയ്തു, ഇയാളുടെ അയ്യപ്പ വിഗ്രഹം എടുത്ത് ഒഴുക്കി കളഞ്ഞു, മറ്റേ സാഗറിനെ വെച്ച് ചെയ്തു, എല്ലാത്തിനും ഇയാൾ തിരിച്ചു വന്നില്ല. ഇയാൾക്ക് ഈശ്വര ചൈതന്യം ഉള്ളതാ, ഒരിക്കലും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിപ്പോ ഒരു വിശ്വാസമുണ്ട്, എന്റെ കാലും ശരിയാകുമെന്ന്, ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ, ഇയാൾക്ക് ഈശ്വര ചൈതന്യം ഉള്ള ആളാന്ന് പറയുക. അതുകൂടെ കേട്ടതും എല്ലാരും കൂടെ അന്തിച്ച് നിൽക്കുക. അങ്ങനെ അവരങ്ങ് അകത്തോട്ട് കയറി പോവുക. അപ്പം മേഘൻ പറയുക, അപ്പച്ചി ഇപ്രാവശ്യം എല്ലാം പാളിപ്പോയല്ലോ അപ്പച്ചി. അപ്പൊ ദുർഗ പറയുക, അവൻ പറഞ്ഞത് സത്യവാ, അവൾ ചെകുത്താന്റെ ആള്, ഒരു വലയമുണ്ട്, അതിൽ നിന്ന് അവളെ രക്ഷിക്കുന്നത് അതാണെന്ന് പറയുക ദുർഗ. അങ്ങനെ എല്ലാരും കൂടെ പിന്നെയും കലിപ്പിച്ചിരിക്കുക. നമ്മുടെ പ്രതാപനാണെങ്കിൽ വാമദേവനുമായിട്ട് കൂടിക്കാഴ്ചയാണ്. പ്രതാപനാണ് ആകെ തറന്നിരിക്കുക. എന്ത് ചെയ്യാനാ വാമേട്ട, അവളെ നടുക്കടലിൽ കൊണ്ടിട്ടാലും അവള് തിരിച്ചു വരും, ഒടുക്കത്തെ ആയുസ, അവൾക്ക് എന്തോ അനുഗ്രഹമൊക്കെ ഉള്ളതാ, അവള് തിരിച്ചു വരും, അത് എന്തോ പറ്റുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ വാമൻ കുറ്റപ്പെടുത്തുക, താൻ സാഗറിനെ എന്റെ മോനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് തനിക്കിപ്പോ എന്തോ പറ്റുമെന്ന് പറയുക. അത് അവന്മാരെ കൊണ്ടയവന്മാരെ ശരിയല്ല, അവന്മാര് പറയുന്നതേ
അവന്മാർ ഈ നല്ലൊരു പെൺകൊച്ചിനെ കണ്ടപ്പം അവളെ പെട്ടെന്ന് കൊക്കയിലെറിയാതെ വെച്ചോണ്ടിരുന്നു. അവിടാണ് പാളിച്ച പറ്റിയത്. എന്നിട്ട് പ്രതാപൻ പറയുവാണ്, എന്നാലും ആ ഇടിച്ചത് ആരായിരിക്കും ഈ ഇവന്മാരെ മഹാലക്ഷ്മിയെ രക്ഷിക്കാമെന്ന് ആലോചിക്കുവാണ്. അപ്പൊ വാമദേവൻ പറയുവാണ്, നമ്മള് ഇത് നേരത്തെ കാണുമ്പോൾ കണ്ണം മാനത്ത് കാണും, നമ്മള് മുമ്പേ കാണുമ്പോൾ കണ്ണം മാനത്ത് കാണും. അപ്പം തന്റെ പുറകെ പറഞ്ഞു വിട്ടതായിരിക്കും, താൻ മഹാലക്ഷ്മിയെ അപായപ്പെടുത്തുമല്ലോ എന്നോർത്തുകൊണ്ട് തന്റെ പുറകെ പറഞ്ഞു വിട്ടതായിരിക്കും ആൾക്കാരെന്ന്. അപ്പൊ പ്രതാപൻ പറയുവാണ്, അങ്ങനാണെങ്കിൽ വാമേട്ടാ ഇവളെ തട്ടിക്കൊണ്ട് പോകുമ്പോഴേ അവൻ രക്ഷിക്കേണ്ടതല്ലേ, ഇത് തട്ടിക്കൊണ്ട് പോയി അവിടുന്ന് ഇവള് രക്ഷപ്പെട്ട് ഓടിയപ്പോഴാണ് ഇയാള് വന്നതെന്നൊക്കെ പറയുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? തനിക്ക് ഭയങ്കര കുറ്റം പറച്ചിലായിരുന്നല്ലോ എന്റെ മോനെയും സാഗറിനെയൊക്കെ. അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, അവൾക്കൊരു പ്രത്യേക വലയവാ, ഇനി വല്ല കൂടോത്രം വല്ലതും ചെയ്യണമെന്ന് പറയുവാണ്. അപ്പൊ എന്നിട്ട് പിന്നെ വാമദേവൻ പറയുവാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇനിയും ചിലപ്പോൾ അവളെ മിക്കവാറും ചികിത്സയ്ക്ക് കൊണ്ടുപോകും, ഇവിടെ കിടത്തി ചികിത്സിക്കത്തില്ല, അവനിപ്പം നമ്മളെ ഒന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുക. അപ്പൊ പ്രതാപൻ പറയുവാണ്, ഇനി അവളെ ഭീഷണിപ്പെടുത്താനും പറ്റത്തില്ല, അവൾ എന്നോട് പറഞ്ഞു അന്നത്തെ കാർ ആക്സിഡന്റ് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ കാർ ആക്സിഡന്റ് നടത്തിയത്, അവൾക്കെല്ലാം മനസ്സിലായി വാമേട്ട, അതുകൊണ്ട് ഇനി അവളുടെ മുമ്പിൽ വലിയ ഭീഷണിയൊന്നും പറ്റത്തില്ല, അവര് വല്ല കേസിനും കൊടുത്താൽ പോലീസ് അപ്പൊ പുറകെ വരുമെന്നൊക്കെ പറയുവാണ്. അങ്ങനെ വാമദേവനും പ്രതാപനോട് പറയുവാണ്, എങ്ങനെങ്കിലും നശിപ്പിച്ചേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കണ്ടോണ്ടാണ് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ വാമദേവനും പറയുവാണ്. അങ്ങനെ വാമദേവനാണെങ്കിൽ പോയി മേഘനോട് സംസാരിക്കുവാണ് കാര്യങ്ങളൊക്കെ. അപ്പം മേഘൻ പറയുവാണ്, എന്താണെങ്കിലും അവനെ ആ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ അവിടെ കയറി, എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ല, ഇവനെ വകവരുത്തും, മഹാലക്ഷ്മിക്കല്ലേ ഉള്ള ദൈവിക വലയം, കണ്ണൻ അതില്ലല്ലോ, അപ്പം നമുക്ക് കണ്ണനെ തട്ടാവെന്ന് പ്ലാൻ ചെയ്യുവാണ് വാമദേവനും വാമദേവനും മറ്റേ വാമദേവന്റെ മോൻ മേഘനും കൂടി. മേഘനാണെങ്കിൽ ആകെ കലിപ്പിലാണ്. മേഘൻ പറയുന്നത്, അപ്പം വാമദേവൻ പറയുന്നുണ്ട്, നിന്നേക്കാളും ആഗ്രഹം തട്ടാൻ വേണ്ടി എനിക്കാണ്, കാര്യം വിശ്വനാഥൻ പോയപ്പോ തൊട്ട് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു തന്നെ ഈ സ്വത്തിലൊക്കെ കണ്ണു തട്ടാണ്, ആ സ്വത്ത് കിട്ടാതെ ഞാൻ അടങ്ങത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വകവരുത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പം മേഘനും പറയുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് പ്രതാപം വിട്ട ആൾക്കാർ കിഴങ്ങന്മാരാന്ന് പറയുവാണ് മേഘൻ. അപ്പൊ വാമദേവൻ ചോദിക്കുവാണ്, അപ്പൊ നീ വിട്ട സാഗറോന്ന്. അപ്പോൾ അവനും കിഴങ്ങനായിരുന്നു, അവന് മഹാലക്ഷ്മിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് നമ്മുടെ മേഘന്. അതായത് വൈദ്യന്റെ അവിടെ പോകുമ്പോഴത്തേനും അവിടെ കയറി കണ്ണനെ വക വരുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മഹാലക്ഷ്മി തൊടാൻ പറ്റത്തില്ല, ഒരു പ്രത്യേക വലയുണ്ടെന്ന് മനസ്സിലായി. കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ ഹാപ്പിയാണ്. കണ്ണനാണെങ്കിൽ ചികിത്സയ്ക്ക് പോവാന്ന് സമ്മതിക്കുവാണ്. പിന്നെ അവർ ഡിസ്കസ് ചെയ്യുവാണ്, ആർക്കും അവരുടെ യാതൊരു സ്നേഹവും ഇല്ല, എല്ലാവർക്കും സ്വത്തിനോട് സ്നേഹം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനം കണ്ണൻ സമ്മതിക്കുവാണ്, നമുക്ക് എന്താണെങ്കിലും പോവാം. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, പക്ഷെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യും? അപ്പൊ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണടന് 12ാമത്തെ വയസ്സിലല്ലേ അച്ഛൻ പോയത്, അപ്പൊ തൊട്ട് കണ്ണടനൊന്നും അല്ലല്ലോ നോക്കിക്കൊണ്ടിരുന്ന കമ്പനിന്ന്. അപ്പൊ പറയുന്നുണ്ട്, 18ാമത്തെ വയസ്സ് തൊട്ട് ഞാനാ നോക്കുന്നത്, ഒരുപാട് കള്ളത്തരങ്ങൾ ഈ ഉണ്ണിയും വാമദേവനും ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ ഞാനങ്ങ് കണ്ണടയ്ക്കും, പക്ഷെ എന്റെ പഠിത്തത്തോടു കൂടി ഞാനാണ് കമ്പനി ഫുള്ള് നോക്കിയത്, അതുകൊണ്ട് മാറി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക. അപ്പൊ മഹാലക്ഷ്മി പറയുവാണ്, കണ്ണേട്ടന് വേണ്ടി എന്ത് റിസ്ക് ഞാൻ ചെയ്യും, അതുകൊണ്ട് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ ചികിത്സിക്കാനും പോവാൻ വേണ്ടി സമ്മതിക്കുവാണ്. മഹാലക്ഷ്മി ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അപ്പൊ കണ്ണന് ഒരു വിശ്വാസം വന്നിട്ടുണ്ട്, കണ്ണൻ എഴുതിട്ട് നടക്കുമെന്ന്. മേഘനാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ എന്താണെങ്കിലും കണ്ണനെ വകവരുത്താൻ വേണ്ടിയുള്ള പ്ലാനുകളാണ്. അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരുണയും പ്രതാപനും എല്ലാം കൂടെ മോളെ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിലോട്ട് വരുവാണ്. അപ്പൊ കണ്ണൻ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും നശിപ്പിക്കും, എന്നെ കൊല്ലാൻ ശ്രമിച്ച, എന്നെ മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച എല്ലാത്തിനും നശിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മോഹിനിക്കിട്ട് അടിക്കാൻ വേണ്ടി പ്രതാപൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ മോഹിനി കയ്യെ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ തൊട്ടുപോവല്ല, എന്നെ ഇനി ഉപദ്രവിച്ചാൽ ഞാൻ എന്റെ മോളുടെ കൂടെ പോകും, കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് അടുത്ത എപ്പിസോഡ് റിവ്യൂ കാണിച്ചേക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്